ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് പ്രിയദർശൻ. പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സിനിമയിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം മലയാളത്തിലെ എവർഗ്രീൻ കോമഡി ചിത്രങ്ങളിൽ പലതും അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് തമാശകളുടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത പ്രിയദർശൻ കാഞ്ചീപുരം, കാലാപാനി തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന് ഇന്നും വലിയ ആരാധകരുണ്ട്. കോമഡിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. പുതിയ സിനിമയിൽ വിഷ്വൽ കോമഡികളാണ് അധികവും അവതരിപ്പിക്കുന്നത് എന്നും അത്തരം പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുന്നുണ്ടെന്നും പ്രിയദർശൻ പറയുന്നു. കാലം മാറുന്നതിനനുസരിച്ച് പ്രേക്ഷകരുടെ സെൻസ് ഓഫ് ഹ്യൂമറും മാറ്റം വരുമെന്നും വരനെ ആവശ്യമുണ്ടെന്ന സിനിമയുടെ കഥ തനിക്ക് കിട്ടിയാൽ ചെയ്യാൻ ധൈര്യപ്പെടില്ലെന്നും പ്രിയദർശൻ പറഞ്ഞു. ആ സിനിമ ഇഷ്ടമാണെന്നും എന്നാൽ പല സീനുകളും താനുമായി കണക്റ്റായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സിനിമകളിൽ കൂടുതലായി വിഷ്വൽ കോമഡികളാണ് കാണുന്നത്. പ്രേമ സിനിമയിൽ പെൺകുട്ടികളുടെ വീടിന്റെ മുന്നിലൂടെ ചെറുപ്പക്കാർ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അവളെ കാണിക്കാനുള്ള രസകരമായ നീക്കങ്ങൾ, അതെല്ലാം വിഷ്വൽ ഹ്യൂമറുകളാണ്. അത്തരം പരീക്ഷണങ്ങളും ഇന്ന് ഏറെ സജീവമാകുന്നുണ്ട്. ചിരി ഉണ്ടാക്കലാണ് ഏറ്റവും പ്രയാസം. കാലം മാറുന്നതിനനുസരിച്ച് പ്രേക്ഷകരുടെ സെൻസ് ഓഫ് ഹ്യൂമറും മാറ്റം വരുന്നുണ്ട്. പഴയ കാലത്ത് ഹ്യൂമർ മുൻനിർത്തി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ നിന്ന് തന്നെ ചിരിക്കാനുള്ള വകകൾ കണ്ടെത്തി അവതരിപ്പിക്കുകയായിരുന്നു രീതി. ഇന്ന് സിനിമ വലിയ തോതിൽ മാറിയിരിക്കുന്നു. വരനെ ആവശ്യമുണ്ടെന്ന സിനിമയുടെ തിരക്കഥ എനിക്ക് കിട്ടിയാൽ അത് ചെയ്യാൻ ഞാൻ ധൈര്യപ്പെടില്ലായിരുന്നു. പക്ഷെ ചിത്രത്തിലെ സിറ്റുവേഷനുകൾ പലതും ഞാനുമായി കണക്ട് ചെയ്യുന്നതല്ല. ഈ വ്യത്യസ്തതയും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് പ്രിയദർശൻ പറഞ്ഞു.